പുരുഷനെ സ്ത്രീയാക്കുന്ന പ്രിയദർശിനി മാജിക്. UDF സർക്കാരിൻ്റെ പ്രസ്റ്റീജ് വിഷയമായിരുന്നല്ലോ KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര. ഓർഡിനറി KSRTC ബസ്സിൽ സ്ത്രീകൾ ഇപ്പോൾ സൗജന്യമായി യാത്ര ചെയ്യുകയാണ്. വലിയ തോതിലെ സ്ത്രീകളുടെ പങ്കാളിത്തം ഈ യാത്രയിൽ ലഭിക്കുന്നുമുണ്ട്. എന്നാൽ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഈ സ്ത്രീകളുടെ സൗജന്യ ടിക്കറ്റ് ദുരുപയോഗം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് അവരുടെ ആ രീതി എന്നുള്ളതും. രണ്ട്, KSRTC നിലവിൽ നേരിടുന്ന ബസ്സുകളുടെ പ്രതിസന്ധിയും. ആദ്യം ഈ സീറോ ടിക്കറ്റിലെ തട്ടിപ്പിനെ കുറിച്ച് പറയാം. സീറോ ടിക്കറ്റ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ടിക്കറ്റാണ്. നമ്മൾ പുരുഷന്മാർ പൈസ കൊടുക്കുമ്പോൾ കണ്ടക്ടർമാർ തരുന്ന ഈ ടിക്കറ്റ് നമ്മൾ വാങ്ങി പോക്കറ്റിൽ വെക്കാറാണ് ചെയ്യുന്നത്. അല്ലാതെ ഇത് സൂക്ഷ്മ തലത്തിൽ നോക്കി ഇത് സീറോ ടിക്കറ്റ് ആണോ അതോ മറ്റ് ചാർജ് ചെയ്യുന്ന പുരുഷനുള്ള ടിക്കറ്റ് ആണോ എന്ന് പലരും നോക്കാറില്ല. അത് നമ്മളുടെ ഒരു പൊതു സ്വഭാവമാണ്. നമ്മൾ പൈസ കൊടുക്കുന്നു, ടിക്കറ്റ് തരുന്നു, പോക്കറ്റ് വെക്കുന്നു, ഇതാണ് അതിൻ്റെ രീതി. പക്ഷേ ഈ ഒരു പഴുത് മുതലെടുത്തുകൊണ്ട് മൂന്നിടത്ത് ക്രമക്കേട് നടത്തിയിരിക്കുകയാണ് കണ്ടക്ടർമാർ. അതെങ്ങനെയാണെന്ന് പറയാം. ആദ്യത്തെ ക്രമക്കേട് നടന്നിട്ടുള്ളത് ആലുവ പറവൂർ റൂട്ടിലാണ്. ഇവിടെ കണ്ടക്ടർ ഒരു പുരുഷന് സീറോ ടിക്കറ്റ് കൊടുത്തു. ആ സീറോ ടിക്കറ്റ് വാങ്ങി അദ്ദേഹം ഇതുപോലെ പോക്കറ്റിൽ വെച്ചു. അദ്ദേഹത്തിന് ഇറങ്ങാനുള്ള സമയമെത്തി. അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്, മലയാളിയല്ല. പക്ഷെ അദ്ദേഹത്തിന് ഈ സൗജന്യ യാത്രയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളയാളാണ്. അപ്പോൾ അദ്ദേഹം ഇറങ്ങിയതിനു ശേഷം ഈ ടിക്കറ്റ് പരിശോധിച്ചപ്പോൾ അത് സീറോ ടിക്കറ്റ് ആണ് ഉള്ളത്. മാത്രമല്ല തൻ്റെ കയ്യിൽ നിന്ന് പണം കണ്ടക്ടർ ഈടാക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം KSRTCക്ക് പരാതി നൽകി. അദ്ദേഹം ഈ പറയുന്ന നിയമബോധമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പോൾ അദ്ദേഹം KSRTC ഓപ്പറേറ്റിംഗ് കൺട്രോൾ റൂമിലേക്ക് അദ്ദേഹം ഇമെയിൽ അയച്ചു, അവിടേക്ക് പരാതി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ KSRTC വളരെ വേഗം ഇതിൻ്റെ ഒരു പരിഹാരം, ഈ ഒരു പ്രശ്നം പരിഹാരം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചു. അതിൻ്റെ ഭാഗമായി കണ്ടക്ടറെ വിളിച്ചു വരുത്തിയപ്പോൾ ഈ KSRTCയുടെ ഈ ഒരു ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടക്ടർ കള്ളം കാണിച്ചതായിട്ട് KSRTCക്ക് ബോധ്യപ്പെട്ടു. അയാൾ താൽക്കാലിക കണ്ടക്ടറാണ്, അയാൾ സ്ഥിരം ജീവനക്കാരനല്ല. സ്ഥിരം ജീവനക്കാരൻ പോയ ഒഴിവിലേക്ക് വന്ന താൽക്കാലിക കണ്ടക്ടറാണ്. അപ്പോൾ അത്തരത്തിൽ 4000-ഓളം താൽക്കാലികമായിട്ടുള്ള കണ്ടക്ടർമാർ KSRTCയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലെ ഒരാളാണ് ഇദ്ദേഹം. അപ്പോൾ അങ്ങനെ ഈ ആലുവ പറവൂർ റൂട്ടിൽ ഈ കള്ള ടിക്കറ്റ് പിടിച്ചു. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ ടിക്കറ്റ് പുരുഷന്മാർക്ക് കൊടുത്തിട്ട് പുരുഷന്മാരുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കുന്ന പരിപാടി, ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ആലുവ പറവൂർ റൂട്ടിലെ കള്ളപ്പരിപാടിയായിരുന്നു. അത് KSRTC ആഭ്യന്തര അന്വേഷണത്തിലൂടെ കണ്ടുപിടിച്ചു. രണ്ടാമത് എറണാകുളം ഗുരുവായൂർ റൂട്ടിലാണ് ഇത്തരമൊരു പറ്റിക്ക് നടന്നത്. അതായത് കണ്ടക്ടർ ഇത്തരത്തിൽ പുരുഷന്മാർക്ക് തിരക്കിട്ട് കൊടുക്കുന്നു, പൈസ വാങ്ങുന്നു, കൊടുക്കുന്നത് സ്ത്രീകൾക്കുള്ള സൗജന്യ ടിക്കറ്റാണ്. അങ്ങനെ അവിടെയും ഒരാൾ പരാതിപ്പെട്ടു. സമാനമായ നിലയിൽ ആലുവ പറവൂർ റൂട്ടിലുണ്ടായ സമാന നിലയിൽ യാത്രക്കാരൻ KSRTCയിൽ പരാതിപ്പെട്ടു. എൻ്റെ ഇന്ന് പണം വാങ്ങിച്ചു, പക്ഷേ എനിക്ക് കിട്ടിയതാകട്ടെ സ്ത്രീകൾക്കുള്ള ഈ സൗജന്യ ടിക്കറ്റാണ്. അങ്ങനെ അവിടെയും ഈ പറഞ്ഞതുപോലെ KSRTC അന്വേഷിച്ചു. അപ്പോൾ കണ്ടക്ടറുടെ കയ്യിൽ, അയാൾ അന്നത്തെ കളക്ഷൻ ചെക്ക് ചെയ്യുമല്ലോ, അപ്പോൾ ആ ചെക്ക് ചെയ്ത കൂട്ടത്തിൽ കണ്ടക്ടറുടെ കയ്യിൽ 135 രൂപ അധികമുണ്ട്. ആ അധികം എന്ന് പറയുന്നത് ഇത്തരത്തിൽ അയാൾ ഈ പുരുഷ യാത്രക്കാരെ പറ്റിച്ചെടുത്ത പൈസയാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കേസ്. ഇനി മൂന്നാമത്തെ കേസ് പൊന്നാനി പാലക്കാട് റൂട്ടിലാണ്. അവിടെ 8 പേരെയാണ് പറ്റിച്ചത്. ആ 8 പേര് കേരളത്തിലേക്ക് വിനോദസഞ്ചാരികളായിട്ട് വന്നവരാണ്, അവർ ഇതര സംസ്ഥാനത്തുള്ളവരാണ്. അവരുടെ കയ്യിൽ നിന്ന് സമാനമായ രീതിയിൽ ഈ പൊന്നാനി പാലക്കാട് റൂട്ടിലോടുന്ന ഒരു KSRTC ബസ്സിൽ തട്ടിപ്പ് നടന്നു. ഈ 5 പേർക്കും സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ ടിക്കറ്റ് കൊടുത്തിട്ട് അവരുടെ നിന്ന് പണം വാങ്ങി. അവിടെയും ഇത്തരത്തിൽ KSRTC നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ആ കണ്ടക്ടർക്കെതിരെ. ഇനി എന്താണ് KSRTC ഇപ്പോൾ നേരിടുന്ന പ്രശ്നം? ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ പ്രിയദർശിനി സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് പുരുഷന്മാരെ സ്ത്രീയാക്കുന്ന മാജിക്കാണ്. അപ്പോൾ ഇനി അടുത്തത് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. രണ്ടാമതായി നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് KSRTCയിലെ ബസ് ക്ഷാമമാണ്. KSRTCയിൽ ബസ് ഇല്ല. എത്ര ബസ്സില്ല? 1900 ബസ്സില്ല. അത്രയും ബസ്സുകൾ അടിയന്തരമായി KSRTCക്ക് വേണം. ഇപ്പോൾ ഓടുന്ന ബസ്സുകളിൽ പലരും, അതായത് ആകെ ഉള്ളത് 5535 ബസ്സുകളാണ് KSRTCക്ക് ആകെ ഉള്ളത്. അതിൽ 1900 ബസ്സുകൾ എന്ന് പറയുന്നത് കാലാവധി കഴിഞ്ഞ ബസ്സാണ്. അപ്പോൾ ആ കാലാവധി കഴിഞ്ഞ ബസ്സുകളുടെ
പേപ്പർ പുതുക്കി കള്ള രീതിയിലാണ് ഓടുന്നത്. അതുകൊണ്ടാണ് പല KSRTC സർവീസുകളും റോഡിൽ കിടക്കുന്നത്. ആ റോഡിൽ കിടക്കുന്ന ബസ്സുകളൊക്കെ തന്നെ കാലാവധി കഴിഞ്ഞ് കള്ളത്തരത്തിൽ ഓടുന്നതാണ്, നിയമവിരുദ്ധമായി ഓടുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബസ്സുകൾ മാറ്റി KSRTCക്ക് അടിയന്തരമായി 1900 ബസ്സുകൾ വേണം. ആ ബസ്സുകൾ വാങ്ങാൻ വേണ്ടി ഇപ്പോൾ KSRTC CMD സർക്കാരിന് കത്ത് നൽകിയിരിക്കുകയാണ്. അപ്പോൾ CMDയുടെ കത്തിൽ പറയുന്നത് 1900 ബസ്സുകളാണ് അടിയന്തരമായി വേണ്ടത്. അതിന് പൈസ അനുവദിക്കണമെങ്കിൽ സർക്കാർ തലത്തിൽ തീരുമാനം എടുക്കുക. ആദ്യത്തെ തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതിനൊരു ക്ലിയറൻസ് കിട്ടണമല്ലോ. അതിനുശേഷം കേന്ദ്ര സർക്കാരിനെ സമീപിക്കണം. എന്തിനാണ് കേന്ദ്ര സർക്കാരിന്റെ അനുമതി? കാരണം ഈ 1400 കോടി രൂപ എവിടുന്ന് കടമെടുക്കണമെന്നാണ് CMD പറഞ്ഞിരിക്കുന്നത്. വിദേശ ബാങ്കിൽ നിന്ന് കടമെടുക്കണം. ജർമ്മൻ ബാങ്കായ KfW നിന്ന് കടമെടുക്കണമെന്നാണ് CMDയുടെ കത്തിൽ പറയുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെ വിദേശത്തു നിന്ന് കടം വാങ്ങി 1400 രൂപ കടം വാങ്ങി പുതിയ 1900 ബസ് വാങ്ങാൻ അടിയന്തരമായി സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSRTC CMD സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത്. സർക്കാർ ഈ കാര്യം തത്വത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമാണ്. കാരണം വിദേശ ബാങ്കിൽ നിന്നാണല്ലോ കടമെടുക്കുന്നത്, അതുകൊണ്ട് കേന്ദ്രത്തിന് അനുമതി വേണം. അപ്പോൾ ഈ രണ്ട് അനുമതി എത്രയും പെട്ടെന്ന് സാധ്യമാക്കിക്കൊണ്ട് 1400 രൂപ ഈ പറയുന്ന വിദേശ ബാങ്കിൽ നിന്ന് കടമെടുത്തുകൊണ്ട് 1900 ബസ്സുകൾ അടിയന്തരമായി KSRTCക്ക് വേണം എന്നാണ് CMD ആവശ്യപ്പെടുന്നത്. കാരണം ബസ്സിന്റെ ക്ഷാമം അത്രമാത്രമാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ 3000-ഓളം ബസ്സുകൾ കാലാവധി കഴിഞ്ഞ ബസ്സുകളാണ്. 5535 ബസ്സുകളാണ് ആകെയുള്ളത്. അതിലെ 3000-ഓളം ബസ്സുകളാണ് കാലാവധി കഴിഞ്ഞത്, ഈ പറയുന്ന കള്ള രീതിയിൽ ഓടുന്നത്, പേപ്പർ മാറ്റി ഓടുന്നത്. അപ്പോൾ ആ ബസ്സുകൾ മാറ്റി, കാലാവധി കഴിഞ്ഞ ബസ്സുകൾ മാറ്റി പുതിയ ബസ്സുകൾ വാങ്ങണമെങ്കിൽ ഇത്രമാത്രം എമൗണ്ട് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ക്രൈസിസുകളാണ് KSRTCയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഒരു മാസം 90 കോടി രൂപയാണ് ഇപ്പോൾ സർക്കാർ ഈ പ്രിയദർശിനി യാത്രയുമായി ബന്ധപ്പെട്ട് KSRTCക്ക് നൽകുന്നത്. അത് വലിയ ഉത്തരവാദിത്തമാണ് സർക്കാരിന്. ഓരോ മാസവും 90 കോടി രൂപ KSRTCക്ക് പ്രിയദർശിനി യാത്രയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയദർശിനി യാത്രയുടെ പേരിൽ ഒരു വഴിക്ക് പുരുഷനെ സ്ത്രീയാക്കി ഈ ടിക്കറ്റ് വെച്ച് കള്ളക്കച്ചവടം നടത്തുന്നു, ഒരു വഴിക്ക് 1900 ബസ്സുകളുടെ ക്ഷാമം അനുഭവപ്പെടുന്നു, മറ്റൊരു വഴിക്ക് KSRTCക്ക് 90 കോടി രൂപ മാസം കൊടുക്കേണ്ടി വരുന്നു. ആ തുക സർക്കാർ എത്ര നാൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും? അത് എവിടെ നിന്നാണ് കണ്ടെത്തേണ്ടത് എന്നുള്ള പ്രതിസന്ധിയും KSRTCയിൽ രൂക്ഷമായിരിക്കുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.